ഗൈസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു ഓണം സീസണൊക്കെ ആയിട്ടുണ്ട്. ആൾക്കാർ പോസ്റ്റേഴ്സിനും പ്രൊമോ വീഡിയോസിനൊക്കെ അന്വേഷിച്ചു തുടങ്ങി. എഡിറ്റേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം എന്ന് പറയുന്നത് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സമയമാണ്. നമുക്ക് ചാകര എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ടൈമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്, ഡിസൈൻസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കെങ്ങനെ ഒരു മൂവി പോസ്റ്റർ നമുക്ക് ഓണം പോസ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പോസ്റ്റേഴ്സൊക്കെ ഒരു മൂവി പോസ്റ്റർ നമ്മൾ ഓണം പോസ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്ത ഡിസൈൻസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യമാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ഒരു വർക്ക് ഫ്ലോ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഈ ഒരു വർക്ക് ഫ്ലോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരികയാണ്. അതായിരിക്കും നിങ്ങൾക്കും ബെറ്റർ. മീൻസ് അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. സമയം അധികം കൂട്ടണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഇമേജ് സെർച്ച് മാൻ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആഡ്സ് ഒന്നും ഇല്ലാതെ ഹൈ ക്വാളിറ്റിയിൽ ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളിത് അറിയാത്തൊരു എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കും ഇത് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിന്ന് ഹൈ ക്വാളിറ്റിയിൽ ഇമേജസ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് നിങ്ങളെ മുന്നോട്ടുള്ള എഡിറ്റിംഗ്, ഈ ഒരു എന്താ പറയുക, ഡിസൈനിങ് ഫീൽഡിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട റെഫറൻസ് ആയിട്ടൊരു ഇമേജാണ്, റെഫറൻസ് ആയിട്ടൊരു മൂവി പോസ്റ്ററാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന ടർബോ മൂവിയിലെ പോസ്റ്ററാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവേശത്തിലെ മൂവി പോസ്റ്ററൊക്കെ സെർച്ച് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടർബോ മൂവി പോസ്റ്ററിന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു പോസ്റ്റർ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോസ്റ്ററാണ്. ഇതിൽ ഈ ഒരു ഹെഡ് മാറ്റിയിട്ട് മാവേലിയുടെ ഹെഡ് കൊണ്ടുവരിക, അതേപോലെ തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക, ഈ ഒരു ടെർബോ എന്നുള്ള പേര് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമിൻ്റെ നെയിം കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്യാൻവ എന്ന് പറയുന്ന എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലാണ്. എന്തുകൊണ്ട് ക്യാൻവ യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പല ആപ്ലിക്കേഷനിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവയുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷനാണ്. അത് 1 ഇയറിലേക്ക് വെറും 100 രൂപയാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷന് വരുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് ഒരു എഡിറ്റർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്യാൻവയിൽ കാര്യങ്ങളെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ഇമേജ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ആപ്സ് പോയി കഴിഞ്ഞാൽ അപ്പ് സ്കെയിലർ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഇമേജിൻ്റെ ക്ലാരിറ്റി കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാജിക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഈ ഒരു നമുക്ക് വേണ്ടാത്ത ഒബ്ജക്ട്സൊക്കെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ, ജസ്റ്റ് അതിൻ്റെ ഒരു ടൈം മാത്രം നമ്മൾ കൊടുത്താൽ മതി, നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കിട്ടും. ഇങ്ങനെ നമ്മൾ പല ആപ്ലിക്കേഷൻസിൽ ചെയ്യുന്ന കാര്യം ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഹെഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാവേലിയുടെ ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ഹെഡ് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു ഇമേജ് ആഡ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമുക്ക് ഒറ്റ ക്ലിക്ക് തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വേണ്ടാത്ത പോർഷൻസൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തോളാം. ഇപ്പം തന്നെ നമ്മളെ വീഡിയോ ഏകദേശം 4 മിനിറ്റിൻ്റെ അടുത്തായി. എന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഒരു എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളിത് സെറ്റപ്പ് ചെയ്തെടുക്കുക നമുക്ക് വേണ്ട രീതിയിൽ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്താ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു മാവേലിക്ക് ഒരു സൺഗ്ലാസ് കൊടുക്കണേ, ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എലമെൻറ്റ്സ് സെലക്ട് ചെയ്ത് സെർച്ച് പോയിട്ട് സൺഗ്ലാസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേറെ തപ്പിപ്പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരുപാട് മോഡൽസ് കിട്ടും. ജസ്റ്റ് അതിൽ നമുക്ക് വേണ്ട രീതിക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷനിൽ ചെയ്യുന്ന കാര്യം ഈ ഒറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം വരുന്ന സമയത്ത് 1 ഇയറിലേക്ക് വരുന്നത് 100 രൂപയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ സെറ്റപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. മോഡ് ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാൻവയുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷനാണ്. 1 ഇയറിലേക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. മലയാളം ഫോണ്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം മലയാളം ഫോൺസൊക്കെ. ഓക്കെ, നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് ഫോണ്ട് മാറ്റുകയാണെങ്കിൽ കണ്ടോ, നമുക്ക് മലയാളം ഫോൺസും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ക്യാൻവയുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ
എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. 1 ഇയറിലേക്ക് 100 റുപ്പീസാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഈ ഒരു പേരും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് നമ്മൾ അലൈറ്റ് മോഷനിലാണ്. അതിനുവേണ്ടി നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പുതിയൊരു എന്താ പറയുക പേജ് ഓപ്പൺ ചെയ്തു, ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തു. നമുക്ക് നമ്മൾ ക്യാൻവയിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്ത ഈ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഒരു ടോപ്പിലെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. മാവേലിയുടെ ഫേസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു, അതിൻ്റെ ഒരു കണ്ണട വെച്ച് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് അവിടെ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ആണ്. ഇത് ജസ്റ്റ് നമുക്ക് ഇതിൽ അലൈറ്റ് മോഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് രീതിക്ക് ഒരുപാട് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു തരികിട എന്ന് പറയുന്ന ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ ഈ ഒരു പോസ്റ്ററിൽ വേണ്ടത്, ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു അലൈറ്റ് മോഷനിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിരിക്കും യൂസ് ചെയ്യാൻ കണ്ടോ. നമുക്ക് ഈ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു, നമ്മളെ പ്രോഗ്രാമിൻ്റെ നെയിം എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇമേജ് ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തു, PNG കൊടുത്തു, എക്സ്പോർട്ട് കൊടുത്തു, അത് ഗാലറിയിലേക്ക് സേവ് ആവും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നൊരു കാര്യം ലൈറ്റ് റൂമിലാണ്. ലൈറ്റ് റൂമിൽ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇമേജ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഇമേജ്. നമുക്ക് എന്തൊക്കെയാണോ ജസ്റ്റ് എന്താ പറയുക ഈ ഫേസിൻ്റെ കളറൊക്കെ ഒരു ഡാർക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഏത് ടൂൾസെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ഈ ഒരു തരത്തിലേക്ക് നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിസൈൻ ചെയ്ത പോസ്റ്ററിന് എക്സ്ട്രാ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഞാൻ നോർമലായിട്ട് ഒരു മൂവി പോസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ അത് വേറൊരു നമുക്ക് വേണ്ട തരത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കംപ്ലീറ്റ് ആയിട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ നമ്മൾ ഒരുപാട് ഡിസൈൻസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊരു മൂവി പോസ്റ്ററിൽ നമ്മൾ ചെയ്തെടുത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രീമിയം ഡിസൈൻസ് വേറെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോസ്റ്റേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് DM മെസ്സേജ് അയച്ചാൽ മതി. നമ്മളൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് പോസ്റ്റേഴ്സും പ്രൊമോ വീഡിയോസൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷവും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടെന്നാലും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് DM മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ.